സാംഗാരിക ഭംഗിയോടെ കവിതകളാക്കി മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യഭാഷ നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതൻകഴയുമായി ഒരു ഐതിഹ്യ ബന്ധം ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിവൃദ്ധി സദസ്യത്തെയും പട്ടണത്തിൽ വളരെ നമ്മൂടി തോന്നുന്നു അറിയില്ലേ? രണ്ടർജനത്തിന്റെ സുന്ദരകൂട്ടനായ ഉണ്ണിയെ ഒരു കൂടം കണ്ടോളൂ. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റ് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാണ്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലൊറ്റിട്ടൊരു നീറന്നു ഉണ്ണിക്കരയിലേക്കിങ്ങിനി കൊന്നു കൊണ്ടുണ്ണിക്കു കാടി കുടകളുക്കം പാപ്പ കൊടുക്കുന്നു, പാലും കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു, കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് തമ്പി മാമനെ കാട്ടി മാമു കൊടുക്കുന്നു. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ വേദനിച്ചാൽ തങ്കന കുടലിനെ ആലോലം പാടിയിട്ട് തങ്കരം കട്ടി പട്ടൂരി പൂണ്ടുള്ള ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നന്ദിയെ ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും നന്ദിയൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോയത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, ഏതൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും ആളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്നെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്യുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരാൻ വഴിയിൽ ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരേ പൊന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ നാട്ടിലെറിഞ്ഞിങ്ങണയൂ കാട്ടിലെറിഞ്ഞഴയുകയോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലും നൊളിനെയും പെൺകുടിയേ
വാങ്ങിക്കൊണ്ട് അപ്പുറത്ത് പോയി പോയി. രണ്ടാമത് ചലന്തി എന്ത് ചെയ്തു? വീണ്ടും അതിന്റെ വശവുമായിട്ട് അടുത്തേക്ക് പോകും. അപ്പുറത്തേക്ക് പറന്നു പോയിട്ട് അവിടെ എന്ത് ചെയ്തു? നൂല് ബന്ധിച്ചു. ഇപ്പഴത്തെ വീണ്ടും പൊട്ടി. രാജാവ് 7 തവണ, രാജാവല്ലേ ചലന്തി 7 തവണ വല കെട്ടിയിട്ട് വല കെട്ടുന്നില്ല. 8ാമത്തെ തവണ എന്ത് ചെയ്യുന്നു? ചലന്തി വല കെട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡിൽ നല്ല വല ഉണ്ടാക്കി. അത് വലിയൊരു പട്ടണം വ്യത്യാസം രാജാവ് ഇതാണ് മനസ്സിലാക്കി. രാജാവ് മനസ്സിലാക്കിയത് പറ. ശ്രമിച്ചാൽ ശ്രമിച്ചാൽ യുദ്ധം ചെയ്ത് പിടിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ കൃത്യനിഷ്ഠ ഉണ്ടല്ലോ, അത് പഠിപ്പിച്ചോണ്ട് ആരാണില്ല? അയാൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ചിന്തി ഭിന്നമായ എല്ലാ സൈന്യത്തെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി ഒന്നിച്ചാക്രമണം നടത്തി. പല ഭാഗത്തും ഒലിപ്പോ യുദ്ധം നടത്തി. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? 8ാം തവണ ഈ രാജാവ് ജയിക്കാൻ വേണ്ടി പ്രേരണ കൊടുത്ത ആരാണ്? ശരിയല്ലേ? അപ്പോ പരിശ്രമം ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പറ. തോൽവി ഒരു പ്രശ്നമേ അല്ല. ഉണ്ടോ? തോൽവി ഒരു പ്രശ്നമേ ആക്കണ്ട. തോൽവികളുണ്ടാവും, ജയിച്ചുകൊണ്ടിരിക്കണം, പോരാടിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? കുറുമ്പ് നമുക്ക് പാഠം പഠിച്ചിരുന്നു, ചലന്തി നമുക്ക് നേരിടുന്നു. അപ്പൊ ഒരിക്കലും ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. മനസ്സിലായ? ആരെ കണ്ടുപിടിച്ചു? പറ. ആരെ കണ്ടുപിടിച്ചു? കുറുമ്പിനെയും ചലന്തിയെയും. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കാറിയാ? ഇത്രയും വലിയ ലോകം കേടൊക്കെ രാജാവിന് നിങ്ങൾ ജയിക്കാനുള്ള തന്ത്രം പറഞ്ഞു കൊടുത്ത ആരാണ്? ഒരു ചലന്തിയാണെന്ന് ഓർമ്മിക്കണം. കണ്ട? അതുകൊണ്ട് നമ്മുടെ ശരി. അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ ആരുവ? നിങ്ങൾ ആരാ? ആ, ഒരു മനുഷ്യത്തിൽ ഉത്തരം പറയും. പിന്നെ നിങ്ങൾ ആരാ? പിന്നെ നിങ്ങൾ ആരായിട്ട് വിളിക്കുന്നു? ഈ ക്ലാസ്സിൽ നിങ്ങൾ ആരായിട്ട് സ്റ്റുഡന്റ് അല്ലേ? വിദ്യാർത്ഥി അല്ലേ? ആ, നിങ്ങൾ എന്തെന്ന് അർത്ഥിക്കുന്നു? വിദ്യ. വിദ്യ വലിയ സാധനമാണോ? വിദ്യ വലിയ സാധനമാണോ? സമ്മാനം ഇങ്ങനെ കിടക്കുന്നുണ്ട്. കൊണ്ടത്തെ സമ്മാനത ആ കിടക്കൽ കണ്ടോ? അതൊക്കെ ഞാൻ ഉദ്ഘാടനം വെറുതെയോടെ വരുന്ന മോശമല്ലേ? മോശമല്ലേ? ഒരു മര്യാദ വേണ്ടേ? എത്ര രാജ നീ ഒരു മുമ്പ് അതിൽ എത്ര വലിയ ആക്കി പറഞ്ഞോ? അതിൽ എത്ര വലിയ വരും ധാരാളം തന്നെ കഴിച്ചുക. നമ്മുടെ സ്കൂളില്ല അല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പ് പറഞ്ഞ ഒരു സമ്മാനം. എത്ര വലിയൊരു ഉറുമ്പ്, അതിലെത്ര ചെറിയൊരു ഉറുമ്പ്, അവരെത്ര വലിയ കുറുമ്പ്, ഇത്തിരി എത്ര പെരിയവരെയും എത്ര വലിയവരെയും ഇത്തിരി അല്ല, എത്ര പെരിയവരെയും അവൻ ഇത്തിരി യോജിക്കട്ടു. സമ്മാനം 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 എത്ര ചെറിയൊരുറുമ്പ്, അതിനിത്തിരി വലിയ കുറുമ്പ്, എത്ര പെരിയവനെ. എന്താ പെരിയെന്ന് പറഞ്ഞത്? പെരിയവൻ. എത്ര വലിയവൻ എന്ന് പറയാം. എത്ര പെരിയവനെയും അവൻ ഇത്തിരി ഇത്തിരി. ഈ വേദന കുറേയാൾ പറഞ്ഞുകൊണ്ട് വെറുക്കെടുക്കുന്നില്ല. അതുകൊണ്ട് ആ സമ്മാനം എനിക്ക് എന്റെ കയ്യിൽ എല്ലാവരും പറഞ്ഞു. അപ്പൊ ആ പാട്ട് പാടിയാണോ? കുറുമ്പ് നിസ്സാരക്കാരന. കുറുമ്പിൽ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാനുണ്ടോ? പിന്നെ എത്ര അന്തസ്സിലാണ് ലൈൻ വെച്ച് പോകുന്നത്. പോകുന്ന പോക്കിൽ അവർ എന്നെ മുണ്ടുന്നില്ലേ, സംസാരിക്കുന്നില്ലേ, സ്നേഹങ്ങൾ പങ്കുവെക്കുന്നില്ലേ, മനുഷ്യന്മാർ മുൻകാകമോ പോകുന്നു. കേട്ടോ? കണ്ടില്ലേ? ഇങ്ങനെയല്ലേ? മനസ്സിലായില്ലേ? ആ, അപ്പോ നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുന്നവരാണ് മനുഷ്യന്മാർ. മാത്രം മനുഷ്യന്മാര് മഹാണ്. ആർക്കാണ്? ഉറുമ്പ് നമ്മുടെ ആരാണ്? ഒരു വിനോദനാവാം. ഒരു ഉറുമ്പിൽ നിന്ന് നമുക്ക് പാഠം പഠിച്ചൂടെ? പഠിക്കണം. പല പ്രാവശ്യം യുദ്ധം ചെയ്ത് തോറ്റു രാജാവ് അല്ലേ? അവസാനമായ ശത്രുക്കൾ പഠിച്ചിട്ട് അവിടെ പോയി കടന്നു. 7 തവണ യുദ്ധം ചെയ്തു. രാജാവിന്റെ പേര് ഞാൻ പറയാം. രാജാവ് 7 തവണ യുദ്ധത്തിൽ തോറ്റു. അവസാനമായ രക്ഷയില്ല. ശത്രുക്കളെ പഠിച്ചിട്ട് അയാൾ ഒരു മുഖക്കാലത്ത് കയറിയിരുന്നു, കടന്നു.
വലിയ ചക്രവർത്തിയാണ്. അയ്യോ 7 തവണ യുദ്ധം ചെയ്തു, ഞാൻ തോറ്റുപോയല്ലോ, എന്റെ പ്രജകൾ നഷ്ടപ്പെട്ടല്ലോ, സാമ്രാജ്യം പോയല്ലോ, ധനം പോയല്ലോ, സമ്പത്ത് പോയല്ലോ, സുഖം പോയല്ലോ. രാജാവ് നിരാശയിൽ കിടക്കുകയാണ്. ഈ ജയിക്കൂ രാജാവ്? 7 തവണ യുദ്ധം ചെയ്തില്ലേ, ജയിക്കോ? അപ്പൊ അങ്ങനെ കിടക്കുമ്പോ ആരും പറഞ്ഞു തരാനില്ല. ജയിക്കുന്ന വിദ്യ പറഞ്ഞു തരണ്ടേ? ഇങ്ങനെ